നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. The High Priestess ആണ്. 3 of Cups, 2 of Cups, Page of Wands, Lovers കാർഡ് ആട്ടോ, കാണിക്കാൻ വയ്യ. The Tower കാർഡ്, The Hierophant, 4 of Wands, Nine of Swords, The Fool. അണ്ടർസ്റ്റാൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഡാമേജ്, അൺഫിനിഷ്ഡ് ബിസിനസ്, സീക്രറ്റ്സ്, ഈഗോ, ഹാബിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ചേസർ, വാല്യൂസ്, റിയൂണിയൻ. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ദ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ അവരുടെ ലൈഫിൽ സീക്രട്സ് ഉണ്ട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളോട് അവർ റിവീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഡൗട്ട്ഫുള്ളി നിൽക്കുകയാണ്, അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടോ, ഉണ്ടാവാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരുടെ 3 of Cups എനർജി കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇതും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് സീക്രട്ടായിട്ട് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പേഴ്സൺ അത് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, അതുകൊണ്ടാണോ അവർ നിങ്ങളോട് ലെസ് കോൺടാക്റ്റ് അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സണാണ് ഇവർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ക്രഷിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് വെറുതെ ഒരു താല്പര്യം തോന്നിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ അതൊരു സീരിയസ് റിലേഷനോ അല്ലെങ്കിൽ അവരതിൽ ചെറുതായിട്ടൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തി അതിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്.
അല്ലാതെ അവരതിനെ ഒരു സീരിയസ് ആയിട്ടോ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടോ ഒന്നും അതിന് കാണുന്നില്ല. ജസ്റ്റ് ഒരു റിലേഷനായിട്ട് അവരുടെ ലൈഫിൽ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള സംശയം കൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളെ രണ്ടുപേരെയും ഒരു ഡാമേജ് ചെയ്യിപ്പിച്ച് രണ്ടുപേരെയും ഒരു സെപ്പറേഷനിലോട്ട്, അങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു സെപ്പറേഷനിലോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ രണ്ട് പേഴ്സൺസും, അതായത് ഒരു മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇങ്ങനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ദ ടവർ മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു ഡാമേജിൻ്റെ പേരിൽ ഒരു ഇഷ്യൂസ് അവിടെ നടന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു വഴക്കിൻ്റെയും ഇഷ്യൂസിൻ്റെയും പുറത്താണ് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് നിങ്ങൾക്ക് പോവേണ്ടി വന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അത് അവർ ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ റീസൺ ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ഇത് 2 of Cups എനർജിയും ലവേഴ്സ് കാർഡ് ഉണ്ട്. ലവേഴ്സ് കാർഡ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 of Cups കാണിക്കുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതാണ്. ലവേഴ്സ് കാർഡും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർ എത്ര സീക്രട്ടായിട്ട് കൊണ്ടു നടന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻഡ്യൂഷൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. നിങ്ങൾക്ക് എന്തും അവരിൽ ഉണ്ടാകുന്ന എന്ത് ചേഞ്ചസ് ആയാലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇവരുടെ മൈൻഡിൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവർ പറയാതെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാനും അറിയാനും വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളത് റിയലൈസ് ചെയ്തതും ഇതിൻ്റെ പേരിലൊരു സംസാരം ഉണ്ടാവുന്നതും ഇഷ്യൂസ് ഉണ്ടാവുന്നതും അതുകൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഇവരെ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, ഇവരിൽ ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവർ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, നിങ്ങളെയാണ് അവർക്ക് ആവശ്യമെന്നും ഇവർക്കറിയാം. പക്ഷേ ഈ ഒരു റിലേഷനിലോട്ട് ഇവർ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ക്രഷിൻ്റെ പുറത്ത് പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എങ്കിലും നിങ്ങളെക്കാൾ വാല്യൂ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ അവരുടെ ലൈഫിൽ ഉള്ളതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, അതിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചേസർ എനർജിയിലാണ്. അവരിപ്പോൾ നിങ്ങളെ വേണം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴിയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, നിങ്ങൾ ഇനി അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരൊരു ചേസർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫുൾ കാർഡ് കാണിക്കുന്നത് ഈ റിലേഷൻ അവരുടെ ലൈഫിലോട്ട് വേണം, അതിനുവേണ്ടി എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവരതിനെ തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ തയ്യാറാണ്. അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലൊരു തടസ്സമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈഗോ, അവർക്ക് ചെറുതായിട്ടൊരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈഗോ ഒക്കെ അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഈഗോ അവർ മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്ന ലെവലിലോട്ട് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ വാല്യൂസ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ റിയൂണിയൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അവർ നിങ്ങൾ എത്രമാത്രം വാല്യുബിൾ ആണ്, നിങ്ങളെ മിസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവുന്ന പോലൊരു ഫീലിങ്സ് ആണ് തോന്നുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ എത്രമാത്രം വാല്യുബിൾ ആണ് നിങ്ങൾ എന്നുള്ളത് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയപ്പോൾ അവരത് തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത്രയും വിഷമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവരിപ്പോൾ അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് അറിയാം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകുന്നത് റിസ്ക് ആണ്, നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണിലുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ റിയൂണിയൻ കാണിക്കുന്നുണ്ട്.
റിയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ 4 ഓഫ് വാൺസ് എനർജിയാണ്. 4 ഓഫ് വാൺസ് എനർജി റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട്, അതായത് ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആ ഒരു ബോണ്ടിങ്ങിലോട്ട് വന്നാലേ അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. റിമൈൻ പോസിറ്റീവ് എന്നാണ്. ഈ റിലേഷൻ ബെറ്റർ ആവും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. ലിസ്റ്റൻ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് ശരിയായ ഒരു വഴി പറഞ്ഞു തരും. അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ്റെ നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുക. നിങ്ങളും ഒരു ഈഗോ പിടിച്ച് മാറി നിൽക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഞാൻ എടുക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നിങ്ങളൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, വരുന്ന പോലെ വരട്ടെ, അവർ തിരിച്ചു വരുന്ന സമയത്ത് വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ലെറ്റ് ഗോ ചെയ്തിട്ട് ഈ റിലേഷനെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവുക. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നത്. എന്തായാലും ഇവിടെ ഒരു റിയൂണിയൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മകീര്യം, രേവതി, പുണർദം, അനീഴം, 1988, അശ്വതി, നവംബർ, അവിട്ടം, 1986, കാർത്തിക, ആയില്യം, പൂയം, ഭരണി, 1987, ലെറ്റർ വി, ലെറ്റർ പി, ലെറ്റർ എ, ലെറ്റർ എൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.